ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് സർഫസസിനെ കുറിച്ച് പറഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്ഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് പ്രൊജക്ഷൻ പ്രോപ്പർട്ടീസ്. According to properties of map projection, it can be classified as map projections are classified as first one is equal area projection. First one is equal area projection. It is also known as homolographic projection. Equal area projection is also known as homolographic projections. The area of the different parts of earth are correctly represented by such projection. അപ്പോൾ നമ്മൾ ഒരു പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും, ഡിസ്റ്റോർട്ടഡ് ആവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈക്വൽ ഏരിയ പ്രൊജക്ഷനിൽ എന്ത് പ്രിസർവ് ചെയ്യുന്നുണ്ട്? ഏരിയ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എർത്ത്, ദ ഏരിയ ഓഫ് different parts of earth are correctly represented in equal area projection. അപ്പോൾ ഈക്വൽ ഏരിയ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ നമ്മൾ എർത്തിലുള്ള ഏരിയ എന്താണ് നമ്മൾ മാപ്പിൽ വരുമ്പോൾ ഡിസ്റ്റോർട്ടഡ് അല്ല, ഇറ്റ് ഈസ് കറക്റ്റ്ലി റെപ്രസെൻറ്റഡ്. ഇനി സെക്കൻഡ് വൺ ഈസ് ട്രൂ ഷേപ്പ് പ്രൊജക്ഷൻ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഓർത്തോമോർഫിക് പ്രൊജക്ഷൻ. True shape projection is also known as orthomorphic projection. The shape of different parts of earth are correctly represented on this projection. അപ്പോൾ ഈ പ്രൊജക്ഷനിൽ ഷേപ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രിസർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദ ഷേപ്പ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി എർത്ത് ആർ കറക്റ്റ്ലി റെപ്രസെൻറ്റഡ് ഇൻ ദിസ് പ്രൊജക്ഷൻ. ദാറ്റ് ഈസ് ട്രൂ ഷേപ്പ് പ്രൊജക്ഷൻ. ട്രൂ ഷേപ്പ് പ്രൊജക്ഷനിൽ ഡിസ്റ്റോർട്ടഡ് ആവാത്തത് എന്ത് മാത്രമേ ഉള്ളൂ, ഷേപ്പ് ഡിസ്റ്റോർട്ടഡ് അല്ല, അത് എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാപ്പിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഈക്വൽ ഏരിയ പ്രൊജക്ഷനിൽ ഏരിയ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രിസർവ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് ട്രൂ സ്കെയിൽ ഓർ ഇക്യു ഡിസ്റ്റൻറ്റ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ ദാറ്റ് മെയിൻറ്റെയിൻ കറക്റ്റ് സ്കെയിൽ ആർ കോൾഡ് ട്രൂ സ്കെയിൽ പ്രൊജക്ഷൻ. However, no projection can maintain the correct scale throughout. Correct scale can only be maintained along some parallel or meridian. അപ്പോൾ കറക്റ്റ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ സ്കെയിൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത പ്രൊജക്ഷൻസിനാണ് നമ്മൾ എന്താ പറയുന്നത്, ട്രൂ സ്കെയിൽ ഓർ ഇക്വി ഡിസ്റ്റൻറ്റ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എല്ലാ പ്രൊജക്ഷനിലും എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ ഭാഗത്തും നമുക്ക് കറക്റ്റായിട്ട് സ്കെയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ മെയിൻറ്റെയിൻ ദി scale in some parallels or meridians. ഇനി പൊസിഷൻ ഓഫ് ലൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. പ്ലേസിങ് ദ ലൈറ്റ് സോഴ്സ് ഇലിമിനേറ്റിംഗ് ദി ഗ്ലോബ്. ഗ്ലോബ് ഇലിമിനേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മാപ്പ് ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്ലേസിങ് ദി ലൈറ്റ് സോഴ്സ് ഇലിമിനേറ്റിംഗ് ദി ഗ്ലോബ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ റിസൾട്ട് ഇൻ the development of different projection. These projections are, first one is mnemonic projection. First projection ആണ് mnemonic projection. അപ്പോൾ mnemonic projection is when the light source is placed at the center of the globe. ഗ്ലോബിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ലൈറ്റ് സോഴ്സ് വെക്കുന്നെങ്കിൽ such a projection is called mnemonic projection എന്ന് പറയും. Second one is stereographic projection. Stereographic projection is when the source of light is placed at the periphery of the globe. ഗ്ലോബിൻ്റെ പെരിഫറിയിലാണ് നമ്മൾ ലൈറ്റ് സോഴ്സ് വയ്ക്കുന്നെങ്കിൽ such type of projection is called the stereographic projection, which is diametrically opposite to the point which the development surface touches the globe. അപ്പോൾ നമ്മൾ ലൈറ്റ് വെക്കുന്നത് എങ്ങനെയാണ്, which is opposite, diametrically opposite to the point at which the development surface is touches the globe. ഇനി ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ when the light source is placed at infinity from the globe. ഗ്ലോബിൽ നിന്ന് ഇൻഫിനിറ്റിയിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ.
from the globe opposite to the point at which the developable surface touches the globe. ഇതാണ് നെമോണിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ വെക്കുന്നതാണ്. ഇതാണ് ഡെവലപ്മെൻറ്റ് സർഫസ്. ഇതാണ് നമ്മളെ മാപ്പ് വരുന്നത്. ഇതാണ് ഡെവലപ്മെൻറ്റ് സർഫസ് വരുന്നത്. ഇത് നമ്മൾ പെരിഫറിയിൽ വെക്കുകയാണെങ്കിൽ സ്റ്റീരിയോഗ്രാഫിക് എന്ന് പറയും. ഇനി അറ്റ് ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ ലൈറ്റ് സോഴ്സ് വരുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അപ്പോൾ ഈ 3 ഫിഗേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി കോമൺ മാപ്പ് പ്രൊജക്ഷൻസ് ആണ്. ചോയ്സ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദി അട്രിബ്യൂട്ട് ടു ബി പ്രിഫേർഡ്, സ്കെയിൽ ടു ബി പ്രിസർവ്ഡ് ആൻഡ് ആസ്പെക്ട് ഓഫ് ദി മാപ്പ്. ഈ 3 കേസ് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഏത് മാപ്പാണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് അട്രിബ്യൂട്ട്സ് ആണ്, ഷേപ്പ് ആണോ, ഏരിയ ആണോ, അല്ലെങ്കിൽ സ്കെയിലാണോ നമുക്ക് പ്രിസർവ് ചെയ്യേണ്ടത്, ഏത് സ്കെയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ മാപ്പ് വേണ്ടത്, അതാണ് ആസ്പെക്ട് ഓഫ് ദി മാപ്പ്. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? We are choosing the map projections. First one is പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാപ്പ് പ്രൊജക്ഷൻ ആണ്. ഇറ്റ് ഈസ് മെർക്കേറ്റർ പ്രൊജക്ഷൻ എന്ന് പറയും. മെർക്കേറ്റർ പ്രൊജക്ഷൻ ഈസ് എ സിലിണ്ട്രിക്കൽ മാപ്പ് പ്രൊജക്ഷൻ. സിലിണ്ട്രിക്കലാണ് എന്ത് വരുന്നത്? ഡെവലപ്മെൻറ്റ് സർഫസ് വരുന്നത്. ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ബൈ ഫ്ലെമിഷ് ജിയോഗ്രഫർ ആൻഡ് കാർട്ടോഗ്രഫർ ജെറാർഡുസ് മെർക്കേറ്റർ ഇൻ 1569. മെർക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ജെറാർഡൂസ് മെർക്കേറ്റർ. ഒരു ഫ്ലെമിഷ് ആയിട്ടുള്ള ജിയോഗ്രഫറാണ്. അയാളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മെർക്കേറ്റർ പ്രൊജക്ഷന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ബിക്കെയിം സ്റ്റാൻഡേർഡ് മാപ്പ് പ്രൊജക്ഷൻ ഫോർ നോട്ടിക്കൽ നാവിഗേഷൻ. നോട്ടിക്കൽ നാവിഗേഷനുള്ള ഒരു സ്റ്റാൻഡേർഡ് മാപ്പ് പ്രൊജക്ഷനാണെന്ത്? ദിസ് മെർക്കേറ്റർ പ്രൊജക്ഷൻ. ആൾദോ ദ ലീനിയർ സ്കെയിൽ ഈസ് ഈക്വൽ ഇൻ ഓൾ ഡിറക്ഷൻ around any point, thus preserving the angle and shape of small objects, making it a conformal map projection. ഇതെന്ത് ചെയ്തിട്ടുണ്ട്? ഇറ്റ് പ്രിസർവിങ് ആംഗിൾസ് ആൻഡ് ഷേപ്സ്. ഷേപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മെർക്കേറ്റർ പ്രൊജക്ഷൻ. ഈസ് എ ടൈപ്പ് ഓഫ് കൺഫോർമൽ മാപ്പ് പ്രൊജക്ഷൻ ആണ്. The Mercator projection distorts the size of the object as the latitude increases from the equator to poles. ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകും തോറും എന്ത് ചെയ്യും? മെർക്കേറ്റർ പ്രൊജക്ഷൻ്റെ സൈസ് ഡിസ്റ്റോർട്ടഡ് ആവാൻ സാധ്യതയുണ്ട്. വേർ ദ സ്കെയിൽ ബിക്കം ഇൻഫിനിറ്റ്. സ്കെയിൽ എന്ത് ചെയ്യും? ഇൻഫിനിറ്റ് ആവും. എക്സാമ്പിൾ land masses such as Greenland and Antarctica appears much larger than they actually are relative to land masses near the equator such as Central Africa. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗ്രീൻലാൻഡും അന്റാർട്ടിക്കയും ഗ്രീൻലാൻഡൊക്കെ എവിടെ വരുന്നത്? പോൾസിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ലാർജറായിട്ടാണ് കാണപ്പെടുന്നത്. റിലേറ്റീവ് ടു ലാൻഡ് മാസസ് സച്ച് ആസ് സെൻട്രൽ ആഫ്രിക്ക വരുന്നത് എവിടെയാണ്? നിയർ ദി ഇക്വേറ്ററാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് സൈസിലാണ് വരുന്നത്. പക്ഷേ ഇക്വേറ്ററല്ല പോൾസിനോട് അടുക്കുന്നവർ എന്ത് ചെയ്യും? നമ്മളെ സൈസിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നുണ്ട്, സൈസ് കൂടുന്നുണ്ട്. മോസ്റ്റ് അക്യുറേറ്റ് ഇൻ ദി ട്രോപ്പിക് ഫ്രം ദി ക്യാൻസർ ടു കാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെയാണ് മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മോസ്റ്റ് ഡിസ്റ്റോർട്ടഡ് അറ്റ് ദി നോർത്ത് ആൻഡ് സൗത്ത് പോൾസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് മോസ്റ്റ് ഡിസ്റ്റോർട്ടഡ് ആണ് എന്ത്? മെർക്കേറ്റർ പ്രൊജക്ഷൻ. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഓൾ ലൈൻസ് ആർ 90 ഡിഗ്രീസ്. മെർക്കേറ്റർ പ്രൊജക്ഷനിൽ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സിലിണ്ട്രിക്കൽ ആൻഡ് കൺഫോർമൽ പ്രൊജക്ഷൻ ആണ്. അപ്പോൾ ഓൾ ലൈൻസ് എന്ന് പറഞ്ഞാൽ അതിന് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഓർത്ത് വെക്കാം. ഓൾ ലൈൻസ് ആർ 90 ഡിഗ്രീസ് ആംഗിളാണ്, സിംപ്ലസ്റ്റ് ടു റീഡ് ആണ്, അക്യുറേറ്റ് ഡയറക്ഷൻ ആണ്, പക്ഷേ ഡിസ്റ്റോർട്ടഡ് സൈസ്, ഡിസ്റ്റൻസ് ആൻഡ് ഷേപ്പ് ആണ്. ഇതാണ് ഒരു മെർക്കേറ്റർ പ്രൊജക്ഷൻ വരുന്നത്. നമ്മൾ സാധാരണ മാപ്പിൽ കാണുന്ന പോലെ. ലോഞ്ചിറ്റ്യൂഡിനും ലാറ്റിറ്റ്യൂഡ്സ് എന്താണ്? 90 ഡിഗ്രീസിലാണ്, പാരലൽ ലൈൻസ് ആണ് വരുന്നത്. പോൾസിലോട് എത്തുന്നവർ എന്ത് ചെയ്യും? സൈസും ഷേപ്പൊക്കെ വളരെ ഡിസ്റ്റോർട്ടഡ് ആവാൻ സാധ്യതയുണ്ട് മെർക്കേറ്റർ പ്രൊജക്ഷനിൽ. ഇനി നെക്സ്റ്റ് വരുന്നത് ലാംബേർട്ട് കൺഫോർമൽ കോണിക് പ്രൊജക്ഷനാണ്. The Lambert conformal conic projection is one of the best projection for middle latitude. എവിടെയാണ് ബെസ്റ്റ് ആയിട്ട് വരും? മിഡിൽ ലാറ്റിറ്റ്യൂഡിലാണ്, വിത്ത് ആൻ ഈസ്റ്റ് വെസ്റ്റ് ഓറിയൻറ്റേഷൻ.
ഈസ്റ്റ് വെസ്റ്റ് മിഡിൽ ലാറ്റിറ്റ്യൂഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഓറിയൻറ്റേഷനിൽ എന്താണ്, ഇറ്റ് ഈസ് ബെസ്റ്റ് പ്രൊജക്ഷൻ ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജൊഹാൻ ഹെൻറിച്ച് ലാംബോർഡ് ഇൻ 1772. 1772 എന്ത് ചെയ്യുന്നത്, ജൊഹാൻ ഹെൻറിച്ച് ലാംബോർട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് പെട്രേസ് ഷേപ്പ് മോർ അക്യുറേറ്റ്ലി ദാൻ ഏരിയ. ഷേപ്പാണ് കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് വരുന്നത് ലാംബോർട്ടിൽ ദാൻ ഏരിയ. ആൻഡ് ഇറ്റ് ഈസ് കോമൺ ഇൻ മെനി മാപ്സ് ആൻഡ് ജിയോഗ്രഫിക് ഡാറ്റാബേസ് ഫോർ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയൊക്കെ കൂടുതലായിട്ട് പോർട്രേ ചെയ്യുന്നത് ഈ ഒരു ലംബേർഡ് കൺഫോമൽ കോണിക് പ്രൊജക്ഷൻസിലാണ്. വിച്ച് ഓൾ മെറിഡിയൻസ് ആർ റെപ്രസെൻറ്റഡ് ബൈ സ്ട്രൈറ്റ് ലൈൻസ്. അപ്പോൾ ലംബേർഡ് കൺഫോമൽ കോണിക് പ്രൊജക്ഷനിൽ മെറിഡിയൻസ് എന്താണ്, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്ട്രൈറ്റ് ലൈൻ റേഡിയൻസ് ഫ്രം എ കോമൺ പോയിന്റ് ഔട്ട്സൈഡ് ദി മാപ്പ് ഏരിയ ആൻഡ് ദി പാരലൽസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ആർക്സ് വിച്ച് whose centers is same common point. അപ്പോൾ മെറിഡിയൻസ് ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ബൈ സ്ട്രെയിറ്റ് ലൈനും അതുപോലെ തന്നെ പാരലൽസ് എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ബൈ സർക്കിൾസുമാണ്. ദിസ് പ്രൊജക്ഷൻ മേ ഹാവ് 1 or 2 സ്റ്റാൻഡേർഡ് പാരലൽസ്. 1 or 2 സ്റ്റാൻഡേർഡ് പാരലൽസ് വരാൻ സാധ്യതയുണ്ട്. ദാറ്റ് മെയിൻറ്റെയിൻ ദ എക്സാക്ട് സ്കെയിൽ while the scale varies along the meridians, and since the meridian and parallel intersect at right angles, the angle between locations on the surface of earth are correctly shown. അപ്പോൾ മെറിഡിയൻസും പാരലൽസും 90 ഡിഗ്രിയിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഷേപ്പ് എന്താണ് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ അതിൽ വരുന്ന ആംഗിൾ എന്താണ് കറക്റ്റ് റെപ്രസെൻറ്റഡ് ആണ്. ഇതാണ് ഒരു കൺഫോമൽ മാപ്പ് പ്രൊജക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ലംബേർഡ് കൺഫോമൽ മാപ്പ് പ്രൊജക്ഷനിൽ ഇതാണ് ഇത് വരുന്നത്. അപ്പോൾ ലംബേർഡ് കൺഫോമൽ മാപ്പ് പ്രൊജക്ഷനിൽ മെറിഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഞ്ചിറ്റ്യൂഡ്സിനാണ് നമ്മൾ മെറിഡിയൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ മെറിഡിയൻസ് റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ട്രൈറ്റ്, ഇതാണ് മെറിഡിയൻസ് വരുന്നത്. ഒരു കോമൺ സെൻറ്റർ എന്നാണ് എന്താ വരുന്നത്, മെറിഡിയൻ വരുന്നത്. ലാറ്റിറ്റ്യൂഡ്സ് എന്താണ്, ആർക്സ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാണ് ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ പാരലൽസ് എന്നാണ് പറയപ്പെടാറുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഓർത്തിരിക്കുക, ഈ ജോഗ്രഫിക് ടേംസ് എല്ലാം. മെറിഡിയൻസ്, ലോഞ്ചിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡിന് പറയുന്നത് പാരലൽസ് ആണ്. അപ്പോൾ ഈ ലംബേർഡ് കോണിക് പ്രൊജക്ഷൻ, പ്രൊജക്ഷൻ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ലാൻഡ് മാസ് എക്സ്റ്റെൻഡിങ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഓറിയൻറ്റേഷൻ റാദർ ദാൻ നോർത്ത് ടു സൗത്ത്. ഈസ്റ്റ് വെസ്റ്റ് ഓറിയൻറ്റേഷനിലാണ് ഇത് കൂടുതലായിട്ട് സ്യൂട്ടഡ് ആയിട്ട് വരുന്നത്. ലംബേർഡ് കോണിക് പ്രൊജക്ഷൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ അറ്റ്ലസസ്, ഇൻ എയറോനോട്ടിക് ചാർട്ട്സ് and in plane coordinate system in surveying, and it is also used in state plane coordinate system for states which large east-west extent. ഈസ്റ്റ് വെസ്റ്റ് എക്സ്റ്റെൻറ്റ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൂടുതലായിട്ട് ലംബേർഡ് കോണിക് പ്രൊജക്ഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ആൽബോസ് ഈക്വൽ ഏരിയ കോണിക് പ്രൊജക്ഷൻ. Albous equal area conic projection is a map projection that uses 2 standard parallels. 2 standard parallels ഉപയോഗിക്കുന്നുണ്ട് to reduce some of the distortion of a projection which one standard parallel. Although neither shape nor linear scale is truly correct, the distortion of these properties is minimized in the region between ദ സ്റ്റാൻഡേർഡ് പാരൽസ്. ഈ 2 സ്റ്റാൻഡേർഡ് പാരൽസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റോർഷൻ എന്തായിരിക്കും, വളരെ മിനിമത്തിലാക്കിയിട്ടുണ്ടെന്ന് ആൽബോസ് ഈക്വൽ ഏരിയ പ്രൊജക്ഷനിൽ. അപ്പോൾ ആൽബോസ് ഈക്വൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോണിക് പ്രൊജക്ഷനാണ്. കോണിക് പ്രൊജക്ഷൻ ക്യാൻ എയ്തർ ബി ടാൻജൻറ്റ് ഓർ സീക്കൻറ്റ്. സീക്കൻ്റ് ആവാം അല്ലെങ്കിൽ എന്താവാം, ടാൻജൻറ്റ്. സീക്കൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നതാണ്, ടച്ച് ചെയ്തല്ല 2 ഭാഗത്തിലൂടെയും പോകുന്നതാണ് എന്ത് സീക്കൻ്റ് എന്ന് പറയുന്നത്.
കോഡ് ഗ്ലോബിൻ്റെ ഇതാ ഇങ്ങനെ ടച്ച് ചെയ്യുന്നതാണ് എന്ത് സീക്കൻറ്റ്. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോണിക് പ്രൊജക്ഷൻ എന്താവാം? ഏത് വിൽ ബി സീക്കൻറ്റ്. സീക്കൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതാണ് ഗ്ലോബെങ്കിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത്. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നതാണ് എന്ത് ടാൻജൻറ്റ്. അപ്പോൾ കോണിക് പ്രൊജക്ഷൻ ക്യാൻ എയ്തർ ബി ടാൻജൻറ്റ് ഓർ സീക്കൻറ്റ് ടു ദി സ്ഫെറോയിഡ്. In tangent cos conic just touches the earth along a single line or at a point. In secant case, as with the Albers projection, the cone intersects. Whether the tangent or secant, the location of this contact is important because it defines the line or point of least distortion on the map projection. The line of true scale is called standard parallel or സ്റ്റാൻഡേർഡ് ലൈൻ. ട്രൂ സ്കെയിൽ കാണിക്കുന്ന ലൈനിന് പറയുന്ന പേരാണെന്ത് സ്റ്റാൻഡേർഡ് പാരലൽ ഓർ സ്റ്റാൻഡേർഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ thus the Albers equal area projection is similar to the Lambert conformal conic projection, which is however equal area projection preserve the area within the features. അപ്പോൾ ലാംബേർട്ട് കൺഫോമൽ പ്രൊജക്ഷനിൽ എന്താണ് ഒരു ട്രൂ ഷേപ്പായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ആൽബേഴ്സ് ഇക്വൽ ഏരിയ പ്രൊജക്ഷൻ ദ ഏരിയ ഈസ് പ്രിസർവ്ഡ്. അപ്പോൾ ഇതാണ് ഒരു ആൽബേഴ്സ് ഇക്വൽ ഏരിയ പ്രൊജക്ഷനിൽ ഒരു സീക്കൻ്റ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ്. ഇവിടെ നമ്മൾ രണ്ട് സ്റ്റാൻഡേർഡ് പാരലൽസ് ഇവിടെ കാണുന്നുണ്ട്. ഈ കാണുന്നതാണ് എന്ത് വരുന്നത് രണ്ട് സ്റ്റാൻഡേർഡ് പാരലൽസ്. ഈ സ്റ്റാൻഡേർഡ് പാരലൽസിലുള്ള ഇൻ ബിറ്റ്വീൻ ദിസ് പാരലൽസ് ദ ഏരിയ ഡിസ്റ്റോഷൻ ഈസ് മിനിമൈസ്ഡ്. ആ പാരലൽസിൻ്റെ അടുക്കുള്ള ഏരിയ ഡിസ്റ്റോഷൻ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി അറ്റ് ദി മിനിമം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ആൽബേഴ്സ് ഇക്വൽ ഏരിയ പ്രൊജക്ഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒരു കോണിക് പ്രൊജക്ഷനാണ്. രണ്ട് സ്റ്റാൻഡേർഡ് പാരലൽസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള ഏരിയ എന്താണ്? ഏരിയ മിനിമം, ഏരിയ ഡിസ്റ്റോഷൻ എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അതുപോലെ തന്നെ അത് ടാൻജൻറ്റ് പ്രൊജക്ഷൻ ആവാം അല്ലെങ്കിൽ സീക്കൻ്റ് ആവാം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ ആൽബേഴ്സ് ഇക്വൽ ഏരിയ പ്രൊജക്ഷനിൽ ഓർത്തിരിക്കേണ്ടത്. ഇനി റോബിൻസൺസ് പ്രൊജക്ഷൻ. Robinson's projection is a world map projection developed in nearly 1960s by distinguished geographer Arthur H. Robinson as a compromise between equal area and conformal projection that produces good quality of overall view of the world map. The meridian curves gently avoiding extreme but thereby stretch the poles into long line instead of leaving them as point. Hence distortion close to the poles is severe but quickly decline to moderate level moving away from them. അപ്പോൾ റോബിൻസൺസ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിഡിൽ ബിറ്റ്വീൻ ഇക്വൽ ഏരിയ ആൻഡ് കൺഫോമൽ പ്രൊജക്ഷൻ. അപ്പോൾ സാധാരണ നമ്മൾ വേൾഡ് മാപ്പ് എല്ലാം ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബൈ യൂസ് ഓഫ് റോബിൻസൺസ് പ്രൊജക്ഷനാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡിസ്റ്റോഷൻ വരുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് അറ്റ് ദി പോൾസിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റോഷൻ വരുന്നത്. പക്ഷേ പോൾസിൽ നിന്ന് കുറച്ച് താഴോട്ട് പോകുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്റ്റോഷൻസ് എന്ത് വരുന്നുണ്ട്? കുറവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി കൂടുതൽ പ്രൊജക്ഷൻസിനെ കുറിച്ച് എന്ത് ചെയ്യാം? വി ക്യാൻ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്സസ്. അപ്പോൾ ഒരു 4-5 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ കൺക്ലൂഡ് ദിസ് മൊഡ്യൂൾ. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജിയോമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ഒരു 4-5 ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാൻ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.